ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവർ ഈ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താണ് അവർ ചിന്തിക്കുന്നുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ആ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സൽ പവറിലാണോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുള്ളത്, ഏത് എനർജീസിലാണോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുള്ളത്, ആ ഒരു എനർജീസിനെ നന്നായിട്ട് നിങ്ങൾ പ്രെയർ ചെയ്യുക. അതിനോടൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രെയർ ചെയ്യുക. ഒരു ക്ലാരിറ്റി തന്നതിന് നന്ദി എന്നുള്ള രീതിക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ്, അവരെൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, അവർക്കുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ എന്താണ് ചിന്തിക്കുന്നുള്ളത്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താണ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്. ഇതെന്ത് പറ്റി ഷഫിളായിട്ട് വരാത്തത്? ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. 6 ഓഫ് കോയിൻസിൻ്റെ എനർജീസ് ആണ് നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല എന്നുള്ളൊരു എനർജിയാണ് പ്രസൻ്റ്ലി ഉള്ളത്. ഇവിടെ നിങ്ങളുടെ എനർജീസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൊരു എനർജി, ഈ ഒരു കണക്ഷനിലൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. ഈ ഒരു കണക്ഷനിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ്റെ എനർജിയിൽ നിൽക്കാൻ പാടില്ല, ഒരു ബാലൻസ് ഇല്ലായ്മയുടെ എനർജിയിൽ നിൽക്കാതെ ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു കണക്ഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു കണക്ഷൻ കൊണ്ട് വേറൊരു യൂസും ഉണ്ടാവില്ല. ഒരു അൾട്ടിമേറ്റ് ഒരു കണക്ഷനിലല്ലേ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഓക്കെ, അത് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു സെപ്പറേഷൻ എനർജീസ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, സോ അപ്പം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെയധികം കൂടുതലായിട്ടും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എർത്ത് സൈൻ ആണ് കേട്ടോ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ 6 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളതിൽ ഈ ഒരു ടൈം, ഈ ജൂൺ മാസത്തിലായിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു എനർജീസ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ എന്താ ഒരു എപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് എന്താ പറയുക, ഒരു കൈൻഡ്നെസ്സിലാണ് നിന്നിട്ടുള്ളത്. അതിപ്പോൾ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് എപ്പോഴും ഒരു ദയ കാണിച്ചിട്ടുണ്ട്. കാരണം റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു കൈൻഡ്നെസ്, ലവ് അല്ലെ കമ്പാഷൻ, ആ ഒരു എനർജിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ഓക്കെ, പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളോടൊരു കൈൻഡ്നെസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ അപ്പോൾ എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു ടൈമിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കണക്ഷന് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു റീസൺ എന്താ, നമ്മൾ എത്രമാത്രം ഒരു കണക്ഷന് കൊടുക്കുന്നു അത്രമാത്രം നമുക്ക് റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു എനർജിയിലാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എക്സ്പെക്റ്റേഷൻ എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പം ചിലരുടെയൊക്കെ എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എൻ്റെ എഫേർട്ട് ഫുൾ 110% കൊടുത്തു. ഓക്കെ, അപ്പം ഇൻ റിട്ടേൺ എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരു വഴിക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും എനർജി ഈ ഒരു ഫോമിൽ അല്ലെങ്കിൽ വേറൊരു ഫോമിൽ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് അതൊരു തിരിച്ച് റിട്ടേൺ കിട്ടുന്നുണ്ടാവും. കാരണം കർമ്മ എപ്പോഴും അങ്ങനെയാണ്.
നമ്മൾ ഒരിടത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വേറൊരു രീതിക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് കിട്ടുന്നുണ്ട്. നമ്മളവിടെ ജെനുവിനാണ് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ബിലീവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു കണക്ഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ആ ഒരു എനർജി എനിക്ക് റിട്ടേൺ വരും, ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ റിട്ടേൺ വരും എന്ന് നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു എനർജീസാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കേട്ടോ. അതുമാത്രമല്ല ഇവിടെ നിങ്ങൾക്കുള്ള ഒരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കൂടുതലായിട്ടും പറയുന്നുള്ളത് ഒരു ബാലൻസ് ഇല്ലായ്മയാണ്. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. സോ അപ്പം ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് സിറ്റുവേഷൻസ്, ഒന്ന് മേ ബി ആ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിലുള്ളത്. അല്ലെങ്കിൽ അത് റീസൺ ആവാം. ഇപ്പോൾ ഒരു ബാലൻസിങ്ങിൻ്റെ എനർജീസ് ഈ ഒരു കണക്ഷനിലില്ല നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജീസാണ് 6 ഓഫ് കോയിൻസ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ്? കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജീസ് ആണ്. ഓക്കെ, ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജീസ് ആയിരിക്കാം. വന്നും പോയി നിൽക്കുക കണക്ഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തരാതിരിക്കുക. ആ ഒരു എനർജീസിലാണ് നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ ഇരുന്നിട്ടുള്ളത്. എയർ സൈൻ ആണ് കേട്ടോ. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എയർ സൈൻ ആയിരിക്കാം. ജെമിനൈ, ലിബ്ര, അക്വേരിയസ് എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഫാസ്റ്റ് ആക്ഷനെയാണ് കാണിക്കുന്നുള്ളത്. എപ്പോഴും ഈ ഒരു കണക്ഷനിൽ വരുന്നുണ്ടെങ്കിലും ഈ ഒരു കണക്ഷനിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇയാൾ എപ്പോഴും ഫാസ്റ്റ് ആയിരിക്കും. ഈ ഒരു കണക്ഷനിൽ നിൽക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഫാസ്റ്റ് ആയിരിക്കും. എക്സ്പെക്റ്റ് ചെയ്യാതായിരിക്കും പോയിട്ടൊരു വരവ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ട് ടോട്ടലി. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളതെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ബിക്കോസ് ആരാണ് ടയേർഡ് ആവാത്തത്? നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ടോട്ടലി നിങ്ങൾ ടയേർഡാണ്. ഈ ഒരു കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങൾക്കുള്ള ആ ഒരു ഇത് കിട്ടാത്തതിൻ്റെ നിങ്ങളെ അംഗീകരിക്കാത്തതിൻ്റെ, നിങ്ങളുടെ ആ ഒരു പ്രയോറിറ്റി തരാത്തതിൻ്റെ, നിങ്ങളെ വാല്യൂ കൽപ്പിക്കാത്തതിൻ്റെ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു എനർജി, ആ ഒരു സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ, നോക്കാം. എപ്പോഴും ഒരു ഫാസ്റ്റ് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ആക്ഷൻ ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീൽ ചെയ്യുന്നത്. ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതിപ്പം എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു കണക്ഷനിൽ അയാൾ എപ്പോഴും ഫാസ്റ്റ് ആയിട്ടാണ് ആക്ഷൻസ് എടുത്തിട്ടുള്ളത്. ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഡിവൈൻ പ്ലീസ് കഴിഞ്ഞു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഓക്കെ, 6 ഓഫ് സോർട്സിൻ്റെ എനർജീസ് ആണ്. എഗെയിൻ ജെമിനൈ, ലിബ്ര, അക്വേരിയസ് എനർജീസ്. ഇവിടെ ഏപ്രിൽ മന്ത് അതുപോലെ തന്നെ ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 6 ഓഫ് സോർട്സിൻ്റെ എനർജീസ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തു നിന്ന് മൂവ് ചെയ്ത് പോയിട്ടുണ്ടാവാം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട്. പക്ഷേ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട്ട് വല്ലാത്തൊരു ഒബ്സഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ. കാരണം ഒബ്സഷൻ കൂടുതലാണ് ഈ ഒരു കണക്ഷനിൽ. മേ ബി നിങ്ങൾക്കും അതൊരു ഒബ്സഷനായിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ അയാൾക്കുള്ള ഒരു ഒബ്സഷൻ അയാൾ കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ടും എക്സ്പ്രസീവ് ആയിരിക്കും. ഓക്കെ, ഇവർ നിങ്ങളുടെ അടുത്ത് ഒത്തിരിയധികം പ്രോമിസ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾക്ക് മുന്നോട്ടേക്ക് നമ്മുടെ പാസ്റ്റിനെയൊക്കെ വിട്ടിട്ട് നമുക്ക് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒത്തിരിയധികം ഇവരൊത്തിരിയധികം വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ടൈമിൽ ഇവരുടെ വാഗ്ദാനങ്ങളോ ഇല്ല എന്നുള്ളൊരു എനർജിയിൽ നിങ്ങൾ ടോട്ടലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം ബാക്കിലേക്ക് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഹോപ്പും ഇല്ല, ഈ ഒരു വ്യക്തിയില്ല. ഇവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. മേ ബി ഇവർ ചിലരുടെയൊക്കെ പേഴ്സൺ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ ഒരു കണക്ഷൻ എൻഡ് ചെയ്യുകയാണ്, എനിക്ക് ഈ ഒരു കണക്ഷനിൽ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല. കാരണം ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇയാൾ എൻ്റെ അടുത്ത് ഒത്തിരി അധികം ലസ്റ്റാണ്, ഇയാൾക്ക് ഒരു തരത്തിലുള്ള ഒരു സ്നേഹമില്ല എന്നുള്ളൊരു എനർജീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഒരു പേഴ്സൻ്റെ എനർജീസ് ആണെങ്കിലും എനിക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത് ഇപ്പം ഏത് സിറ്റുവേഷൻസിലായിക്കോട്ടെ, അതിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയതിന് പിന്നിൽ ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള നീഡ്സ് ഉണ്ട്. അതായത് ഇയാൾക്ക് അവിടെ ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു വ്യക്തി ആ ഒരു കണക്ഷനിൽ നിൽക്കുമോ അല്ലെങ്കിൽ എന്താ, നിങ്ങളൊരു ഗോൾഡാണ് അല്ലെങ്കിൽ ഒരു ജെം ആണെന്നുള്ള ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ വളരെയധികം അപൂർവങ്ങളിൽ അപൂർവമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആരും ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കത്തില്ലെന്നും ഈ ഒരു വ്യക്തിക്ക് അറിയാം. പക്ഷേങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ അയാൾക്ക് എന്തൊക്കെയോ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ എന്തൊക്കെ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, തേർഡ് പാർട്ടിയിൽ ഒത്തിരി അധികം വഴക്കാവാം, പ്രശ്നങ്ങളാവാം, ഇവർ രണ്ടുപേരും ആ ഒരു കണക്ഷനിൽ ഇവർക്ക് സെറ്റ് ആവുന്നുണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും ഇവർ അത്രയും സ്ട്രഗിൾ സഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ അയാൾക്ക് എന്തോ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ഗെയിൻ അവിടെ ആ ഒരു വ്യക്തിക്കുണ്ട്. ആ ഒരു ഗെയിനിന് വേണ്ടിയിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തിയുടെ സ്വഭാവം ടോട്ടലി ചേഞ്ച് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞ എനർജീസാണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായിട്ടും ഇയാൾ ഉപേക്ഷിച്ച് പോയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇയാൾക്ക് എന്തോ ഗെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത്. കാരണം ഭയങ്കരമായിട്ടും സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ഇവർക്ക് യൂസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യമുള്ള ഇടങ്ങളിൽ നിൽക്കാനാണ് ഇവർക്ക് ഇഷ്ടം. എനിക്കൊന്നും ഇവിടെ മോസ്റ്റ് ഓഫ് പീപ്പിൾസിനും എനിക്കിവിടെ ഹൈറോഫൻഡ് എനർജീസ് ആണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫാമിലിയാണ് തേർഡ് പാർട്ടി. നിങ്ങൾ മിക്കവരും മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇനിയിപ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിലും ഇവിടെ ഫാമിലിയാണ് തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നുള്ളത്. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് കാണുമായിരിക്കും. മേ ബി കൾച്ചറൽ ഡിഫറൻസസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസസ് ഉണ്ടാവാം. മേ ബി ഈ ഒരു ഡിഫറൻസ് നിങ്ങളുടെ കൂടെ കണക്ഷനിൽ ഇയാളൊരു ട്രഡീഷണൽ പേഴ്സണുമാണ് ഓൾറെഡി. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ പുറകെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥയോ. കാരണം നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് സീറോ ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും ഇയാൾക്ക്. അപ്പം ഇയാൾക്ക് അവിടെ ഫാമിലിയിൽ നിൽക്കുമ്പോൾ ഇയാൾക്ക് അവിടുത്തെ ഫാമിലിയുടെ നെയിമുണ്ട്, ഫെയിമുണ്ട്, അവിടുത്തെ ഫാമിലിയിലുള്ളവരുണ്ട്. അപ്പം സപ്പോർട്ടാണ് ടോട്ടലി എല്ലാ തരത്തിലും നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമെന്ന് ഇവരുടെ മൈൻഡിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർ പോയിട്ടുള്ളതും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കണക്ഷനിലൂടെ സഡൻ ടവർ മൂവ്മെന്റ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിന് അയാൾക്ക് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഇയാൾ എപ്പോഴും ബെനിഫിറ്റ് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെയാണ് ഞാൻ സേഫ് ആയിട്ടുള്ളത്, ആ ഒരു എനർജി. ഹെർമിറ്റിന്റെ എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഡെവിലിനെ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളത് 4 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളെ വിവാഹ വാഗ്ദാനമൊക്കെ തന്നിട്ട് പറ്റിച്ചിട്ടുണ്ടാവാം. നിങ്ങളെ മാരേജ് ചെയ്തോളാം, കല്യാണം കഴിച്ചോളാം, നമുക്ക് ഹാപ്പി മാരീഡ് ലൈഫൊക്കെ മുന്നോട്ടേക്ക് പോകാം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഇവരുടെ ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും ഇതാ കിടക്കുന്നു, നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കണക്ഷനിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവും. ഈ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവും. പക്ഷെ ആ ഒരു വരവെന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല, അതൊരിക്കലും ഒരു ടോക്സിക് എൻട്രി ആയിരിക്കും എഗെയിൻ എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജീസ്. ഓക്കെ, നിങ്ങൾ ഇവരെ ആരെങ്കിലും ചേസ് ചെയ്യുന്നുണ്ട്, ആ ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾ ചേസ് ചെയ്യൽ എൻഡ് ചെയ്യുക കേട്ടോ. ആരെയും ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരെപ്പോഴും റിയൽ വൺ വിൽ ഓൾവേസ് സ്റ്റേ എന്നല്ലേ. അപ്പം ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിൽക്കുന്നുണ്ടാവും. നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ കയ്യും കാലം പിടിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നും വരുന്നില്ല. ജെനുവിൻ ആണോ എന്നാൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, പറയുമ്പോൾ എളുപ്പമാണല്ലേ. ശരിക്കും നമ്മൾ കുറേ കാലും കൈയും പിടിച്ചൊരാളെ കൂടെ നിർത്തിയിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അവർ പോകേണ്ട സമയമാകുമ്പോൾ അവർ പോകുന്നുണ്ടാവും. അപ്പം നമ്മൾ സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ, സോ ഇവിടെ വാട്ടർ സൈൻ ആക്റ്റീവ് ആണ് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ആക്റ്റീവാണ്. ഫ്ലേർട്ടിൻ്റെ എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, പക്ഷേ
ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ ഒരു ലിറ്റിൽ ബിറ്റ് ചേഞ്ചസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇവർ ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു എനർജി ഇവരുടെ മൈൻഡിൽ വരുന്നുണ്ട്. കാരണം ഇവർ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓ ഓക്കെ, ഇപ്പം ഈ ഒരു ടൈമിൽ നിങ്ങളെ ഇവർ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്, പക്ഷെ എന്നാൽ പോലും നമ്മൾ പറയത്തില്ലേ, ഈ ഒരു ടൈമിൽ നിങ്ങൾ കണക്റ്റഡ് ആവാതിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് വല്ലാണ്ടൊരു എന്താ നിങ്ങളുടെ കൂടെ ഒരു ലൈഫ് മുന്നോട്ടേക്ക് വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. കാരണം അതിനൊരു റീസണും മേ ബി നിങ്ങൾ കണക്റ്റ് ആവാതിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയുന്ന ആ ഒരു ടൈമിലായിരിക്കുമല്ലോ പലപ്പോഴും നഷ്ടപ്പെടുത്തി കളയുന്നതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. എന്നാൽ മേ ബി ആ ഒരു പോയിന്റിലേക്ക് ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാവണം ഇവിടെ ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഓൾറെഡി നമുക്ക് ട്രാൻസിഷൻ്റെ എനർജീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ അപ്പം ആ ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ കൊണ്ട് എങ്ങോട്ടേലും ദൂരെ പോകണം, ഈ ഒരു നാട് തന്നെ വിട്ട് എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു ആക്ഷൻ ഫോമിൽ ഇവിടെ വരുന്നുണ്ടെന്ന്. അപ്പം വന്നിട്ടുള്ള ആ ഒരു എനർജീസ് അത് ഒരു ഇപ്പം ഇയാൾക്കുള്ള ആ ഒരു നിങ്ങൾ കണക്റ്റ് ആവാതിരിക്കുന്നതിൻ്റെ ആ ഒരു ദേഷ്യം, ആ ഒരു എനർജീസ് ഒക്കെ ഇവരുടെ മൈൻഡിൽ നല്ല രീതിക്ക് ഇവിടെ ഉണ്ട്. അപ്പം ആ ഒരു എനർജീസ് കൊണ്ടാണ് ഇവരിപ്പം ചാടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങളോട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക. അപ്പം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്തൊരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ കണക്റ്റഡ് ആവാതിരിക്കുമ്പോൾ. ഓക്കെ, അതാണിപ്പം ഇഷ്യൂസ് ആയിട്ടുള്ളത്. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ് നിങ്ങൾക്കിവിടെ ആ ഒരു വ്യക്തി ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും തന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു ഹീലിങ്ങിൻ്റെ എനർജിയിൽ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി. സോ അവരെ ഹീൽ ചെയ്യാനായിട്ട് അനുവദിക്കുക. ഒരു കറൻറ്റ് ഫീലിങ്സിലാണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് വല്ലാത്തൊരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മേ ബി അത് വെരി ഗുഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അയാൾക്ക് ഹേർട്ടാണ് കിട്ടുന്നുള്ളത്. അയാൾക്ക് അവിടെ ഹാപ്പിനെസ് ഒന്നുമില്ല ഒരു തേർഡ് പാർട്ടിയിൽ. പക്ഷേ എന്നാൽ പോലും ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇവരവിടെ നിൽക്കുകയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഇവരുടെ ആ ഒരു സോള് അല്ലെങ്കിൽ ആ ഒരു മനസ്സിലുള്ള ഡിസയർ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന്, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കണമെന്ന് തന്നെയാണ്. കണക്റ്റഡ് ആയിട്ടും ഇരിക്കുന്നുണ്ടാവും. ബട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അവിടെ ഒരു മാരേജോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെയോ എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഒരു ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഒരു ഫ്യൂച്ചറായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. ഇനി അതേസമയം നിങ്ങൾ റിലേഷൻഷിപ്പ് നോർമൽ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താണോ ഒരു കണക്ഷനിലേക്ക് ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിക്ക് ഒരു വ്യക്തി നിൽക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇയാൾ വന്നാൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ടാവില്ല, വന്നു പോയി നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ് ഇല്ല. അപ്പോൾ നിങ്ങൾ മൂവ് ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മുടെ ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങൾ സിംഗിൾസ് ആണ് റീഡിങ് കാണുന്നുണ്ടെങ്കിൽ പേഴ്സണൈസ്ഡ് റീഡിങ് എടുപ്പിക്കുക. ഇപ്പോൾ എൻ്റെ അടുത്തുനിന്നോ വേറെ ഏതോ ടാരോട്ട് കാർഡ് റീഡിങ്സിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എടുപ്പിക്കാം. പക്ഷേ നിങ്ങൾ ടാരോട്ട് കാർഡ് റീഡിങ്സ് പേഴ്സണൈസ്ഡ് റീഡിങ് എടുത്തതിന് ശേഷം നിങ്ങളൊരു തീരുമാനത്തിലെത്തുക കേട്ടോ. ഇയാൾ ഒരു തവണ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു, അത് നമ്മൾ അത്ര ഹാപ്പി ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം വരുന്ന ഉദ്ദേശം ഒരു കമ്മിറ്റ്മെൻ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ടൈമും എനർജീസും വേസ്റ്റ് ചെയ്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ലൈഫിൽ വേറെ കുറേ ബ്ലെസ്സിങ്സ് അബണ്ടൻസ് ഉണ്ടാവും. അതിലേക്ക് പോവുക, സെൽഫ് ലവ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു എനർജിയിൽ നിന്ന് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഡബിൾ മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ ഒരിക്കലും ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ടാവില്ല, ഒരു മാരേജ് ചെയ്യുന്നുണ്ടാവില്ല. ടോക്സിക് ആയിരിക്കും മേ ബി. അത് നിങ്ങളോട് മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പിന്നീട് അവർ എഗെയിൻ ഒരു തിങ്കിങ് ഒരു കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അയാൾ ജെനുവിൻ ആവണം എന്നില്ല. താല്പര്യം ഇഷ്ടമുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട്, പക്ഷേ അത് അത്ര വലിയ ഡീപ്പ് ലെവലിലുള്ളൊരു ഇഷ്ടമാണെന്ന് നമുക്കിവിടെ പറയാൻ പറ്റുകയില്ല. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.